നമസ്കാരം. ചരിത്രത്തിന് ഏറെ വിലയുള്ള ഒരു സമകാലിക കാലത്താണ് നമ്മളിന്ന് ജീവിക്കുന്നത്. കാരണം ഇന്ന് പലരും അവരുടെ പാരമ്പര്യത്തെയും ചരിത്രത്തെയും കുറിച്ച് പറഞ്ഞാണ് അവരുടെ അദൃശ്യമായ അധികാര കരങ്ങളാൽ നമ്മെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഒരുപക്ഷെ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നമ്മളിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഈ ചരിത്രം വാസ്തവമാണോ അതോ നുണയാണോ എന്ന് നമ്മൾ ചിന്തിക്കുകയോ അന്വേഷിച്ചു പോവുകയോ ചെയ്യുന്നില്ല എന്നതാണ് വാസ്തവം. ഒരു നുണ 1000 തവണ പറയുമ്പോൾ ചിലരിലെങ്കിലും അത് സത്യമാണെന്ന പ്രതീതി ഉണ്ടാക്കും. സംക്ഷിപ്ത താല്പര്യങ്ങളോട് കൂടി നിർമ്മിച്ച ഒരു കൂട്ടം നുണകളെയാണ് ചരിത്രം എന്ന് വിളിക്കുന്നതെന്നാണ് നെപ്പോളിയൻ പറയുന്നത്. ഇങ്ങനെ ചരിത്രം നുണകളായി മാറുമ്പോൾ നമുക്ക് മുൻപേ നടന്ന ഈ മണ്ണിൽ ജീവിച്ചു മരിച്ച ഈ മണ്ണിനും നമുക്കുമായി പൊരുതിയ ഒട്ടനവധി ധീരയോദ്ധാക്കൾക്ക് അവർ അർഹിച്ച പരിഗണനയോ ബഹുമാനമോ ലഭിക്കാതെ വരുന്നു. വേട്ടക്കാർ ഇരകളും ഇരകൾ വേട്ടക്കാരുമായി മാറുന്നു. അത്തരത്തിൽ നമ്മൾ മറന്നുപോയ ഒട്ടനവധി ധീരയോദ്ധാക്കൾ നമുക്ക് ചുറ്റുമുണ്ട്. ഉറുമി എന്ന സിനിമയിൽ പ്രഭുദേവ ചെയ്ത വവ്വാലി എന്ന കഥാപാത്രം പറങ്കികൾക്കെതിരെ പടക്കി പുറപ്പെടുന്ന തൻ്റെ ചങ്ങായി കേളുവിനോട് ഒരു കാര്യം പറയുന്നുണ്ട്. നീ എത്രയൊക്കെ ചെയ്താലും നാളെ നിന്നെ ചിലപ്പോൾ ഈ നാട് ഓർത്തെന്ന് വരില്ല. മാത്രവുമല്ല വാസ്കോ പിസറോയെ വാഴ്ത്തുകയും ചെയ്യും. ഒരു സിനിമാ ഡയലോഗ് ആണെങ്കിൽ കൂടി നമ്മുടെ ചരിത്രത്തിൽ കേളുവിനും മറ്റ് ഒട്ടനവധി വീരന്മാർക്കും ലഭിച്ച സ്വീകാര്യത കാണുമ്പോൾ മേൽപ്പറഞ്ഞ വാക്കുകൾ എത്ര ശരിയാണ്. ഇന്നും വാസ്കോഡ ഗാമ എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ അറിയും. പക്ഷേ കേളു നയനാർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ചിറക്കൽ ദേശത്തെ ആരെങ്കിലും അറിയുമോ എന്ന് പോലും സംശയമാണ്. ഒരിക്കൽ ദേശത്തിനായി കടൽ കടന്നു വന്ന ശത്രുക്കളെ നേരിട്ട നയനാർ ഇന്ന് ജീവിക്കുന്നത് ഏതാനും നാടൻ പാട്ടുകളിൽ മാത്രമാണ്. ചിലർ പറയുന്നു മാടായിക്കോട്ടയിൽ വച്ചുണ്ടായ യുദ്ധത്തിലാണ് കേളു മരിക്കുന്നതെന്ന്. മറ്റു ചിലർ പറയുന്നു അവിടെയല്ല, അതേ കണ്ണൂരിലെ പയ്യാമ്പലത്ത് നടന്ന ഏറ്റുമുട്ടലിലാണ് കേളു വീരചരമം വരിച്ചതെന്ന്. പയ്യാമ്പലത്ത് 7 അടി നീളമുള്ള ഒരു കല്ലറയിലാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തത്. 6 അടി നീളമുണ്ടായിരുന്ന കേളു 1 അടി നീളമുള്ള വാൾ പിടിച്ച് കൈ മുന്നോട്ട് നീട്ടിക്കിടന്ന അതേ അവസ്ഥയിലാണ് അടക്കം ചെയ്യപ്പെട്ടത് എന്ന് പറയപ്പെടുന്നു. ഈ പുരാതന കല്ലറ ഇപ്പോൾ അറിയപ്പെടാതെ കാടുമൂടി മറഞ്ഞു കിടക്കുകയാണ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ ജീവിതചരിത്രം പോലും കൃത്യമായി രേഖപ്പെടുത്താൻ ഇവിടുത്തെ ചരിത്രകാരന്മാർ ശ്രമിച്ചില്ല എന്നത് നമ്മുടെ ഇന്നലകളോട് ചെയ്ത അനീതിയാണ് എന്ന് മാത്രമേ പറയാൻ കഴിയൂ. 2011 ഉറുമി എന്ന ചിത്രം പുറത്തു വന്നപ്പോൾ മാത്രമാണ് അദ്ദേഹത്തെക്കുറിച്ച് ആളുകൾ അന്വേഷിക്കുവാനും ചിന്തിക്കുവാനും തുടങ്ങിയത്. പഴയ മലബാർ പ്രദേശത്ത് 15നും 16നും നൂറ്റാണ്ടുകൾക്കിടയിൽ ജീവിച്ചിരുന്ന ഒരു ധീര ദേശാഭിമാനിയായിരുന്നു കേളു നയനാർ. 1488 കോഴിക്കോട് കാപ്പാടിനടുത്ത് ഒരു കുഗ്രാമത്തിൽ ജനിച്ച് ചിറക്കൽ രാജവംശത്തിന്റെ പടനായകൻ വരെ ആയിത്തീരുകയും വാസ്കോഡ ഗാമയ്ക്കെതിരെ യുദ്ധം നയിച്ച് വൈദേശിക ആക്രമണത്തിൽ നിന്ന് ജന്മനാടിനെ സംരക്ഷിക്കുകയും ചെയ്ത മഹാനായിരുന്നു അദ്ദേഹം. എന്നാൽ ഉറുമി എന്ന സിനിമയിലാണ് കേളു നയനാർ ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നതെന്നും അതിനു മുൻപ് അദ്ദേഹത്തെ സംബന്ധിച്ച ചരിത്രരേഖകളൊന്നുമില്ലെന്നും അതിനാൽ കേളു നയനാർ ഒരു സാങ്കല്പിക കഥാപാത്രം മാത്രമാണെന്നും ഒരു വിഭാഗം ആളുകൾ അവകാശപ്പെടുന്നു. 16ാം നൂറ്റാണ്ടിൽ വാസ്കോഡ ഗാമയുടെ കാലത്ത് ജീവിച്ചുവെന്ന് ചിത്രത്തിൽ പറയപ്പെടുന്ന നയനാർക്ക് 21ാം നൂറ്റാണ്ട് വരെയുള്ള 5 നൂറ്റാണ്ട് കാലത്ത് എഴുതപ്പെട്ട കേരള ചരിത്ര രേഖകളിലൊന്നും ഇടം പിടിക്കാനായില്ല എന്നത് തന്നെ അദ്ദേഹം ഒരു മിത്താണെന്നതിൻ്റെ തെളിവാണെന്നും അവർ പറയുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്ത് അവർക്ക് അനുകൂലമായി ചരിത്രം വളച്ചൊടിക്കപ്പെട്ടതിന്റെ ഭാഗമായി മലപ്പുറം താലൂക്കര ദേശത്ത് അഗ്നിക്കിരയാക്കപ്പെട്ട ലൈബ്രറി ശേഖരത്തിൽ നശിപ്പിക്കപ്പെട്ട 5000-ഓളം വരുന്ന പുസ്തക ശേഖരത്തിൽ കേളു നയനാരുടെ വിശദമായ ജീവചരിത്രം ഉണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്നു. 1524 ഡിസംബർ 24-ന് കേളു നയനാരുടെ കൈകൊണ്ടാണ് കാപ്പാട് ഉൾക്കടലിൽ വെച്ച് സാന്റാ കാറ്ററീന ഡോ മോണ്ടി സിനായ് എന്ന കപ്പലിൽ വെച്ച് വാസ്കോഡ ഗാമ കൊല്ലപ്പെടുന്നത്. അല്ലാതെ മലേറിയ പിടിച്ച് കിടപ്പായിട്ടല്ല എന്ന ചരിത്ര സത്യം നശിക്കപ്പെട്ട ഈ രേഖകളോടൊപ്പം മൺമറഞ്ഞു എന്നും പറയപ്പെടുന്നു. ഒരുപക്ഷെ ആ ചരിത്രരേഖകൾ മനഃപൂർവ്വം നശിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം ലോകത്തിന് മുന്നിൽ അംഗീകരിക്കപ്പെടുമായിരുന്നു. കേളു നയനാർക്ക് ഒരേ ഒരു ജീവിതസഖിയേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഉറുമി എന്ന സിനിമയിലേതുപോലെ അറയ്ക്കൽ ആയിഷ ആയിരുന്നില്ല, മറിച്ച് അരീക്കൽ ആർച്ച എന്ന കടത്തനാടിന്റെ വീര വനിതയായിരുന്നു. കേളു നയനാരുടെ സഹധർമ്മിണിയായിരുന്ന അരീക്കൽ ആർച്ചയെയാണ് അറയ്ക്കൽ ആയിഷ എന്ന പേരിൽ ചിത്രീകരിച്ച് ചരിത്രത്തെ വളച്ചൊടിച്ചതെന്ന ആരോപണം പിന്നീട് ഉയർന്നു വരികയും ചെയ്തു. അതെന്തു തന്നെയായാലും വാസ്കോഡ ഗാമയെ ഇന്ന് ലോകം അറിയുന്നു, അയാളെ വാഴ്ത്തിപ്പാടുന്നു, അയാളുടെ പേരിൽ വീര ഇതിഹാസങ്ങൾ രചിക്കപ്പെടുന്നു. എന്നാൽ നാടിനായി പോരാടിയ കേളുവിനെ ഇന്ന് സ്വന്തം നാട്ടുകാർ പോലും മറന്നിരിക്കുന്നു. വാസ്കോഡ ഗാമയുടെ പേരിൽ ആരാധനാലയങ്ങൾ പോലും ഉയർന്നപ്പോൾ നമുക്കായി പൊരുതിയ കേളു നയനാരുടെ സ്മാരകം ഇപ്പോഴും കാടുപിടിച്ച് കിടക്കുകയാണ്. ഒരിക്കൽ ദേശത്തിനായി കടൽ കടന്നു വന്ന ശത്രുക്കളെ നേരിട്ട നയനാർ ഇന്ന് ജീവിക്കുന്നത് ഏതാനും നാടൻ പാട്ടുകളിൽ മാത്രം. അപ്പോഴും പ്രസക്തമാകുന്നത് വവ്വാലി കേളുവിനോട് പറഞ്ഞ കാര്യം, നീ എത്രയൊക്കെ ചെയ്താലും നാളെ നിന്നെ ചിലപ്പോൾ ഈ നാട് ഓർത്തെന്ന് വരില്ല. മാത്രമല്ല വാസ്കോ പിസറോയെ വാഴ്ത്തുകയും ചെയ്യും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.